ഹായ് ഓൾ, ഇന്ന് ഞാൻ ഡിസൈൻ ചെയ്യുന്നത് മോം ഡോട്ടർ കോംബോ ആയിട്ടാണ്. അത് യോക്ക് ഫ്രോക്കാണ്. മോമിനും ഡോട്ടറിനും ഹക്കോബ ക്ലോത്തും ഒരു കോട്ടൺ ക്ലോത്തും വെച്ചിട്ട് മോമിൻ്റെ ടോപ്പിലത്തേക്ക് വേണ്ടിയിട്ട് യോക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഹക്കോബ ക്ലോത്ത് വിത്ത് ലൈനിങ് എടുത്തിട്ടുണ്ട്. അത് ഒരു 14 ഇഞ്ചൊക്കെ ഇറക്കവും 14 ഇഞ്ച് തന്നെ വീതിയിലുമാണ് എടുത്തിരിക്കുന്നത്. ഇറക്കം കുറച്ചുകൂടെ കുറയ്ക്കാൻ വേണമെങ്കിൽ തയ്യൽത്തുമ്പ് ഉൾപ്പെടെ 14 അല്ലെങ്കിൽ 15 എടുക്കാം. അപ്പോൾ യോക്കിൻ്റെ നമുക്കതിൽ ഷോൾഡറും നെക്ക് പോർഷനും ഒക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റിലാണ് ചെയ്യുന്നത്. കഴുത്ത് കുറച്ച് കയറ്റിയിട്ടാണ് എടുക്കുന്നത്. ഈ മോഡൽ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. നെക്ക് ഹൈ നെക്കായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നെക്കിൻ്റെ ഇറക്കം തീരെ കുറവായിട്ടാണ് എടുത്തിരിക്കുന്നത്. അടുത്ത യോക്ക് എൻഡ് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ 3 ഇഞ്ച് മുകളിലേക്കായിട്ടൊരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് വി പോലെ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആലിയ കട്ടൊക്കെ പോലെയാണ്, പക്ഷേ ഇത് യോക്ക് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് വരുന്ന ഒരു മോഡലാണ്. ഈ മോഡൽ ടോപ്സ് ഇഹാ ഡിസൈൻസിൻ്റെ പേജിൽ അവർ സെല് ചെയ്യുന്നത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മോഡൽ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ട് അതുപോലെയാണ് ഞാനിത് ചെയ്തെടുത്തേക്കുന്നത്. ആ പാറ്റേൺ അവരിട്ടേക്കുന്ന ആ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം, ആ പിക്ചർ. അത് 999 റുപ്പീസിനൊക്കെ ആയിരുന്നു അത്. ഇനി നമ്മൾ ഈ യോക്ക് പോർഷൻ്റെ താഴെ അറ്റാച്ച് ചെയ്യാനുള്ള പാർട്ട് ആണ് കോട്ടൻ്റെ ക്ലോത്താണ്. അതാണ് നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിലേക്കായിട്ട് ഞാൻ ഈ ക്ലോത്ത് എടുത്തിരിക്കുന്നത് ഇറക്കം ഒരു 34 ഇഞ്ചൊക്കെയും വീതി ഒരു 40 ഇഞ്ചൊക്കെയാണ്. നല്ല വീതിയിൽ ഉള്ള ക്ലോത്താണ്. കാരണം പ്ലീറ്റ്സ് ഒരുപാട് ഇടാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ്. പ്ലീറ്റ്സ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നൂല് വലിച്ച് എടുക്കാം. സ്റ്റിച്ച് ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക, അവിടെ വിട്ട് റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് എൻഡ് മുതൽ ഇങ്ങ് എൻഡ് വരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് വലിക്കുമ്പോൾ പൊട്ടിപ്പോവും. കുറച്ച് വിട്ട് റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് അത് വലിച്ച് വിട്ട് കഴിഞ്ഞാൽ പ്ലീറ്റ്സ് കിട്ടും. ഇല്ലെങ്കിൽ പ്ലീറ്റ്സ് നമ്മൾ കയ്യിൽ മടക്കി തയ്ക്കാം. ഞാൻ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ യോക്കിൻ്റെ അതേ വീതിയിൽ വരെ പ്ലീറ്റ്സ് അറ്റാച്ച് ചെയ്തു. എന്നിട്ട് ഈ യോക്ക് പോർഷൻ മുകളിലേക്ക് വെച്ചിട്ടാണ് അത് ജസ്റ്റ് ആ ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ താഴെയും ജസ്റ്റ് ഒരു എ ലൈൻ ആണല്ലോ, അപ്പോൾ എ ലൈൻ ആയതുകൊണ്ട് ജസ്റ്റ് കർവ് ചെയ്തൊന്ന് വെട്ടിക്കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എൻഡ് മടക്കി അടിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ യോക്ക് പോർഷൻ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുക്കുക. ജസ്റ്റ് നെക്കൊക്കെ ഫിനിഷായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഈ താഴേക്കുള്ള പോർഷനിലേക്ക് വെച്ചിട്ട് നല്ല വശവും വെച്ചിട്ട് ആ സ്റ്റിച്ചിങ് ഉള്ളിലേക്ക് പോകുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു എൻഡിൽ നിന്ന് തുടങ്ങി മറ്റേ എൻഡ് വരയ്ക്കും ജസ്റ്റ് ജോയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് നമ്മൾ യോക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്യുന്നത്, വേറെ ഫാബ്രിക് ആയതുകൊണ്ട്. അതും നമുക്ക് ബാക്ക് പോർഷൻ നമുക്ക് അതുപോലെ ചെയ്യേണ്ട കാര്യമില്ല. ബാക്ക് പോർഷൻ്റെ ഫാബ്രിക് ഒറ്റ പീസ് ക്ലോത്ത് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ അവിടെ യോക്കും താഴേക്കുള്ള ഭാഗത്തുള്ള ലെങ്ത്തും മൊത്തത്തിൽ ടോട്ടൽ ചെയ്തിട്ട് ആ ലെങ്ത്ത് നമ്മൾ ഇവിടെ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ 41-42 എടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ നമുക്ക് തയ്യൽ തുമ്പ് കൂടെ പോകുമ്പോൾ കുറച്ചുകൂടെ ഇറക്കം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഇവിടുത്തെ ടോട്ടൽ ലെങ്ത്ത് അത് മൈനസ് ചെയ്തിട്ട് ഉള്ളത് നമ്മൾ എടുത്തു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബാക്ക് നെക്കും എല്ലാം ഫ്രണ്ടിൽ മാർക്ക് ചെയ്ത പോലെയാണ് നെക്കും മാർക്ക് ചെയ്യുന്നത്. കുറച്ചുകൂടെ ഇറക്കം കൂട്ടിയെടുത്താലും കുഴപ്പമില്ല. ഞാനിവിടെ ബാക്കിൽ ഓപ്പണിങ് കൊടുത്തിട്ട് അവിടെ ബട്ടൺ വെക്കുന്നുണ്ട്, ഒരു ബട്ടൺ. അപ്പോൾ അതിനുവേണ്ടി ചെറിയൊരു കട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി നമ്മൾ താഴേക്കുള്ള പാർട്ടെല്ലാം ഷോൾഡറും എല്ലാം നമ്മൾ എ ലൈൻ മോഡൽ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യുക. ഷേപ്പ് കൊടുക്കുക. 10 ഇഞ്ച് 14 ഇഞ്ചൊക്കെ അങ്ങനെ നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ വരെ ഷേപ്പ് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് താഴേക്ക് നമുക്കുള്ള വീതി മാക്സിമം എടുക്കാം. അപ്പോൾ എ ലൈൻ മോഡലിൽ താഴെ നിന്ന് 1 ഇഞ്ച് കയറ്റിയിട്ട് എ ലൈൻ പോലെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ താഴെയെല്ലാം മടക്കി ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കണം.
ലൈനിങ് അറ്റാച്ച് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇത് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്ന പാർട്ടിൻ്റെ കൂടെ നമുക്ക് ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഞാൻ ഷോൾഡറിൽ നിന്ന് നെക്കിലോട്ടുള്ള പോർഷൻ ഒരു 1/2 ഇഞ്ച് ചെരിച്ചാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ടിലും അങ്ങനെയാണ് ചെരിച്ച് ആണ് കട്ട് ചെയ്തത്. അപ്പോൾ കുറച്ചുകൂടെ പെർഫെക്ഷൻ ഷോൾഡറിൻ്റെ അവിടെ കിട്ടുന്നതായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ ഇത് ഫ്രണ്ടിലെ യോക്ക് പോർഷൻ ജോയിൻ ചെയ്യുന്നതാണ്. അത് നമ്മൾ ആ താഴേക്കുള്ള ഫാബ്രിക്കിൻ്റെ കൂടെ പ്ലീറ്റ്സ് എടുത്ത് വെച്ചേക്കുന്ന ഫാബ്രിക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് വളരെ പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഞാനത് ആ സ്റ്റിച്ചിങ് കൊടുത്തിട്ട് ആ പോർഷനിൽ ജസ്റ്റ് ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ആ ഫൈനൽ ലുക്ക് ഒന്നുകൂടെ ജസ്റ്റ് ഒരു പെർഫെക്റ്റായിട്ട് കുറച്ചുകൂടെ ഒരു ലുക്ക് വരാനായിട്ട് ഞാനൊരു ലേസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലുള്ള ഒരു ലേസ് അവിടെ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് അറ്റാച്ച് ചെയ്തു. അതില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി സ്ലീവ്സാണ്, ഞാൻ പഫ് സ്ലീവ്സാണ് വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം വീതിയിൽ എടുക്കുന്നുണ്ട്. കാരണം പഫ് സ്ലീവ്സ് ചുരുക്ക് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് നമ്മുടെ ടോപ്പുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. താഴെയുള്ള ഭാഗത്ത് എടുത്തിരിക്കുന്ന അത്രയും വീതി തന്നെ 10 ഇഞ്ചൊക്കെയാണ്. ഒരു മടക്ക് മടക്കിയിട്ടാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് 10 ഇഞ്ച് അത്രയും വീതിയിൽ എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നമ്മൾ ഒരു എലാസ്റ്റിക് കൂടെ വെച്ച് അറ്റാച്ച് ചെയ്താൽ മതിയാവും. എന്നിട്ട് നമ്മളിത് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഒരു മടക്ക് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം സെൻറ്റർ കറക്റ്റ് നമ്മുടെ ആ സ്ലീവ്സ് അറ്റാച്ച് ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് വരാനാണ്. എലാസ്റ്റിക് ഞാനൊരു 10 ഇഞ്ചൊക്കെ നീളത്തിലെടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ സ്ലീവ്സിൻ്റെ നമ്മുടെ കൈയുടെ വീതി അനുസരിച്ചിട്ട് നമുക്ക് എലാസ്റ്റിക് എടുക്കാം. ആ സെയിം ഇഞ്ച് തന്നെ നമുക്ക് ഒരു ഇഞ്ചോ 2 ഇഞ്ചോ കുറച്ചിട്ട് നമ്മൾ എടുത്താൽ മതിയാവും. ഇച്ചിരി ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഒരു എൻഡിൽ ജോയിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് മറ്റേ എൻഡിലേക്ക് ഇതുപോലെ നമ്മൾ വലിച്ച് വെച്ചിട്ട് ഫുൾ അതിലേക്ക് ജോയിൻ ചെയ്ത് അറ്റാച്ച് ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ നമുക്കത് തയ്ച്ച് കഴിയുമ്പോൾ നമ്മൾ എത്രയാണോ നീളം 10 ഇഞ്ച് എടുത്തത് അത്രയും നീളത്തിലേക്ക് അത് ചുരുങ്ങി ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ മറ്റേ ഓപ്പോസിറ്റ് സൈഡിലും നമുക്ക് ചുരുക്ക് നമ്മളത് ഇട്ട് കൊടുക്കണം. അതിവിടെ സെൻറ്റർ പോർഷൻ കറക്റ്റ് വെച്ചിട്ട് അവിടെ ഒരു പിൻകുത്തി കൊടുത്തിട്ട് ബാക്കി എക്സ്ട്രാ എത്രയാണോ 2 സൈഡിലേക്കും കിടക്കുന്നത് അത് നമ്മൾ പ്ലീറ്റ്സ് വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് മുകളിലും ആ ഒരു പഫിൻ്റെ ചെറിയൊരു ചുളുക്ക് പോലെ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ പഫ് സ്ലീവ്സ് ചെയ്തെടുക്കുന്നത്. പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 സ്ലീവ്സും നമ്മൾ ഇതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. പഫ് സ്ലീവ്സായിട്ട് എക്സ്ട്രാ വരുന്ന പാർട്ട് പ്ലീറ്റ്സ് കൊടുത്ത് ഇതുപോലെ വെച്ചിട്ടാണ് 2 എൻഡും ജോയിൻ ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ട് സെൻറ്ററും പിൻ ചെയ്ത് വെച്ചിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പ്ലീറ്റ്സ് കൊടുക്കുന്ന കാര്യം മറക്കരുത്. പ്ലീറ്റ്സ് കൊടുത്തെങ്കിൽ മാത്രമേ അത് നമുക്ക് മറ്റേ എൻഡ് വരെ കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. സെൻറ്റർ പോർഷൻ മാറിപ്പോകാതെ കറക്റ്റായിട്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്യുക. പഫ് സ്ലീവ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മാത്രമേ ഉള്ളൂ. എലാസ്റ്റിക് അറ്റാച്ച് ചെയ്യുന്നത് ഈസിയാണ്. ഞാൻ ഇത് ഫൈനൽ ആയിട്ടുണ്ട് ടോപ്പ്. ലാസ്റ്റാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ലേസ് കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഞാൻ ബേബിക്കൊരു യോക്ക് ഫ്രോക്കാണ് ചെയ്യുന്നത്. യോക്കിൻ്റെ ഇറക്കം എത്രയാണോ വേണ്ടത് അത്രയും ഒരു 5 ഇഞ്ചൊക്കെ മതിയാവും ഇറക്കത്തിൽ. ഫ്രണ്ട് പോർഷനിലേക്ക് മാത്രം വേണ്ടിയിട്ടാണ് യോക്കിൻ്റെ പോർഷനിലേക്ക് ലൈനിങ്ങും കൂടി ചേർത്തിട്ട് എടുത്തിട്ടുണ്ട്. നെക്ക് ചെറുതായിട്ടൊരു സ്ക്വയർ നെക്ക് പോലെയാണ്. എപ്പോഴും റൗണ്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഇതിന് സ്ക്വയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ യോക്ക് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. ഇതാണ് ബേബിയുടെ യോക്ക് പോർഷൻ. അത് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നെക്ക് ഫിനിഷായിട്ട് കിട്ടും. ഇനി അതിലേക്ക് താഴേക്കുള്ള പോർഷനിലേക്ക് നമുക്ക് കോട്ടൻ്റെ ഫാബ്രിക് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ബാക്ക് പോർഷനിലേക്ക് ഒരു 20 ഇഞ്ചൊക്കെ ഇറക്കത്തിലും ഒരു 7-8 ഇഞ്ച് വീതിയിലുള്ള ഒരു ഫാബ്രിക്കാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ഷോൾഡർ നമ്മൾ ഇറക്കവും വീതിയും 4.5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നെക്കും മാർക്ക് ചെയ്യുന്നു. റൗണ്ട് നെക്കാണ്. ബാക്കിൽ ബട്ടൺ വയ്ക്കുന്നുണ്ട്, ഒരു ബട്ടൺ. ഫ്രണ്ടിൽ യോക്ക് പോർഷനിലെ നെക്ക് നമ്മൾ കുറച്ച് വൈഡായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്, സ്ക്വയർ നെക്ക്. അപ്പോൾ അതിൻ്റെ എൻഡിൽ കൂടെ ഒരു ചെറിയതായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് നമ്മൾ ഇതുപോലൊരു സ്റ്റിച്ച് കൊടുക്കും. വെറുതെ ഒന്ന് മടക്കി വെച്ചിട്ട് കൊടുക്കുന്നതാണ്. പക്ഷെ അത് 2 സൈഡിലും കൊടുക്കുമ്പോൾ ഒരു ഡിസൈനായിട്ട് ഉണ്ടാവും. നല്ല ഭംഗിയാണ് കാണാൻ.
അപ്പോൾ ഈ നെക്ക് പോർഷനും ജസ്റ്റ് ഒന്ന് പതിച്ചടിച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. അടുത്ത ഈ യോക്ക് പോർഷൻ നമ്മൾ കോട്ടൻ്റെ താഴേക്കുള്ള പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ പോർഷനിൽ നിന്ന് കോട്ടൻ്റെ ഫാബ്രിക്കിൽ രണ്ട് എൻഡിലും 2.5 ഇഞ്ച് ഒരു റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വേണം അത് നമ്മൾ യോക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് രണ്ട് സൈഡിൽ നിന്ന് പ്ലീറ്റ്സ് എടുത്ത് നമ്മൾ യോക്ക് പോർഷനുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്ക് പോർഷനുമായിട്ട് ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ബാക്കിൽ ഹുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടൊരു ഓപ്പൺ കൂടെ കൊടുത്തിട്ട് ജോയിൻ ചെയ്തെടുക്കുക. ഇതാണ് ബേബിയുടെ യോക്ക് ഫ്രോക്ക് ഡിസൈൻ ചെയ്യുന്നത്. ആകെ 2 മീറ്റർ ഫാബ്രിക് മാത്രമാണ് 2 ഡ്രസ്സിനും കൂടെ യൂസ് ആയിട്ടുള്ളത്. നമുക്ക് ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.